നിങ്ങൾ കപ്പിൾസ് പിന്നെ ഇപ്പൊ കോളേജുകളിലൊക്കെ പോയിട്ട് ഷോസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടെന്ന് കേട്ടില്ല. എന്തൊക്കെയാണ് പരിപാടികൾ? വൻ പിന്നെ ടീമായിട്ടൊക്കെ പോയി എന്താണ് അത്? അതെങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെടുക്കുമ്പോൾ ഫുൾ പാക്കേജ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അതായത് ഇവൾക്ക് ബാൻഡ് ഉണ്ട്. ബാൻഡ് പെർഫോമൻസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ബാൻഡിന്റെ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെ ഞാനും ഫസ്റ്റ് വരും. എന്നിട്ട് ആൾക്കാരുമായിട്ട് ഒരു ഇന്ററാക്ഷൻ. പക്ഷെ എന്ന് നമുക്ക് മസിൽ പിടിച്ചിരിക്കുന്ന ആൾക്കാരെ വേണ്ട നമുക്ക് ആ ഒരു സമയം, അതായത് 1 മണിക്കൂർ 1 മണിക്കൂർ മാക്സിമം ഫ്രീ ആവുക, ഡാൻസ് കളിക്കുക. ഇനി ഡാൻസ് കളിക്കാൻ തോന്നാത്തവരാണെങ്കിൽ ഇരിക്കുക, കൈയടിക്കുക. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. അപ്പൊ അതിലേക്ക് ചെല്ലുക. അപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ മൈക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് ഇളക്കാണ്. അപ്പൊ ആദ്യം തുടക്കത്തിൽ ചെന്ന് എല്ലാവരും ഒന്ന് ബ്രേക്ക് ആക്കി നിർത്തി ഒന്ന് സന്തോഷിപ്പിച്ച് നമ്മളുമായിട്ട് ഒരു കണക്ഷൻ വെക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പെർഫോമൻസ് കാണാൻ വരുന്ന ആൾക്കാർക്ക് ഒരു ഗുണമുണ്ട്, ഗിഫ്റ്റുമായിട്ട് വീട്ടിൽ പോവാം. കാരണം ഞങ്ങൾ ചെയ്യുന്ന പരിപാടി ഗെയിംസും കൂടെ കൊണ്ടുവരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തെങ്കിലും ചോദ്യവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചോദ്യം ചോദിക്കും. ഇപ്പൊ എന്റെ ഏറ്റവും പരിപാടി എന്ന് വെച്ചാൽ 5 ചോദ്യത്തിന് ഉത്തരം പറയണേ 500 രൂപ ഞാൻ തരാം. റെഡിയാണ്? 500 രൂപ ആദ്യം എടുത്ത് കൈ നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒറിജിനൽ ആണല്ലോ. അത് മേടിക്കണം. അപ്പൊ ചോദ്യം എഴുതിക്കൊണ്ട് വന്നേക്കുവാണല്ലേ? ഗൂഗിൾ ആണോ? ഞാൻ PSC ഒന്നും എഴുതാറില്ല. അതുകൊണ്ട് അതിലും കാര്യങ്ങളെ ഞാൻ ചിന്തിക്കാറില്ല. അധികം സിമ്പിളാക്കാം. ഓക്കെ. ഏറ്റവും ഞാൻ ആദ്യം ചോദ്യം വെച്ചിട്ടില്ല, ചോദിക്കണല്ല. ലോകത്തിലെ ഏറ്റവും സ്പീഡസ്റ്റ് ആയിട്ടുള്ള ഹ്യൂമൻ ആരാ? ഫസ്റ്റ് ഉസൈൻ ബോൾട്ട്. ശരിയാക്കാം, എനിക്കറിയാം. ശരിയാക്കാം, ഞാൻ സിമ്പിളാക്കി തന്നു. വീഡിയോ കണ്ടിട്ട് വന്നതാ. അങ്ങനെയാണെങ്കിൽ കുറച്ച് ടഫാക്കട്ടെ? വേണ്ട. എന്നാൽ കേരളത്തിലെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫാൾ ഏതാണ്? ഹയസ്റ്റ് വാട്ടർഫാൾ ഇൻ കേരള അതിരപ്പള്ളി. ഓക്കെ, ശരിയാക്കി. 3 അടിച്ചാൽ 500. 3 അടിച്ചാൽ 5 അടിച്ചാലേ 500 ഉള്ളൂ. അപ്പോ അതുപോലെ തന്നെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള ഏതാ? സ്റ്റേറ്റ് ബേർഡ് ഓഫ് കേരള വേഴാമ്പൽ. വെറും വേഴാമ്പലല്ലോ, പിന്നെന്ത് വേഴാമ്പല? വേഴാമ്പലാണ്. അങ്ങനെ പറയണോ? അതങ്ങനെയാണ്, ഇല്ലെങ്കിൽ മാർക്കില്ല. ഇത് ഞാൻ സ്ഥിരം എല്ലാവരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യം. ഞാൻ എപ്പോ ചോദിച്ചാലും 4ഉം 5ഉം കുറച്ച് ടഫായിരിക്കും. 4ാമത്തെ ചോദ്യമാണ്. ഇല്ല ടഫ് ഇല്ല. ഇത് ബ്രോ എന്തായാലും പറയേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അതായത് കേരള ഹൈക്കോർട്ട് എന്നാണ് എസ്റ്റാബ്ലിഷ് ആയത്? കേരള ഹൈക്കോർട്ട് എസ്റ്റാബ്ലിഷ് ആയ വർഷമാണോ? വർഷം. ഇപ്പൊ നിങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് ഉത്തരം പറയാം. കേരള ഹൈക്കോടതി എസ്റ്റാബ്ലിഷ് ആയിട്ട് സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ ഫോർമേഷന് തൊട്ട് പിന്നാലെ ആകണമല്ലോ, അല്ലേ? പിന്നാലെ ആവാം. ശ്രമിച്ചു. അപ്പോൾ കേരള ഹൈക്കോർട്ട് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 1 മണിക്കൂർ പരിപാടിയാണെന്ന് ഓർക്കണം. 1956. ശരിയാണെന്ന് ഉറപ്പാണോ? അല്ലേ? ശരിയാണ്. അങ്ങനെ ധാരണ ശരിയാക്കി എന്റെ കാശ് പോവും. കാശ് കൊടുത്തില്ല. ഒരു ഇന്ത്യൻ ചോദ്യമാണ് കേട്ടോ. ഇന്ത്യൻ ചോദ്യം? ഇത്രയും നേരം വിദേശമായിരുന്നോ? കേരളമല്ലേ മൊത്തം. കേരളവും പിന്നെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൺ മാത്രമാണ്. ഇന്ത്യയില് ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ നദികളുള്ളത്? ഏറ്റവും കൂടുതൽ നദികളുള്ള സ്റ്റേറ്റ് പണ്ട് സാമൂഹ്യ പാഠത്തിൽ പഠിച്ചതായിട്ടല്ല ഓർമ്മയുണ്ട്. പക്ഷേ ആ സ്റ്റേറ്റ് ഞാൻ പഠിച്ച ശേഷം ഒരുപാട് പുതിയ സ്റ്റേറ്റ് വന്നതുകൊണ്ട് എങ്ങാനും മാറിയോ? ഈ സ്റ്റേറ്റിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അല്ലെ? ഏറ്റവും കൂടുതൽ നദികളുള്ള സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ്. എന്റെ അമ്മോ, 500 രൂപ എടുത്തുള്ളത്. അങ്ങനെ കുറെ കാലത്ത് 500 ഒരാൾ അടിച്ചിരിക്കുകയാണ്. 500 രൂപ കിട്ടി. 500 രൂപ കിട്ടി. അല്ല, ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഏറ്റവും സിമ്പിൾ ആക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിയുമ്പോ എപ്പോഴും കുറെ പേര് മാക്സിമം 3 വരെ ശരിയാക്കും, 4 5 തെറ്റിക്കും. ഞാൻ പറയും ഇത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കണേ. എനിക്ക് എങ്ങനെയെങ്കിലും കാശ് കൊടുത്തിട്ടാണെങ്കിലും നമുക്കൊരു ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് വേണ്ടത്. ഇതിന് ഞാൻ നോക്കും. പക്ഷെ എല്ലാവരും കൊണ്ടും 4ൽ പൊട്ടിച്ച് കളയാൻ ചെയ്യാറ്. ചാൻസ് പിന്നെയും കൊടുത്താലും തെറ്റിക്കാറുണ്ട്. എന്തായാലും ഇപ്പൊ എനിക്ക് ഇന്ന് ഹാപ്പിനെസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 500 രൂപ പോയതിന്റെ ഹാപ്പിനെസ് ആന്റപ്പന്റെ മുഖത്തുണ്ട്. അതുകൊണ്ട് ഈ പൈസ തിരിച്ചു കൊടുക്കണോ? ഇതിനു വേണ്ടി മാറ്റി വെച്ചുള്ള കാശാണല്ലേ? മാറ്റി വെച്ചോ. ഓക്കെ. അപ്പൊ ഞങ്ങൾ മോർണിംഗ് ബൈസ് ഉണ്ട്. ഇതുകൊണ്ട് ഞങ്ങൾ ചായ കുടിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാണ്. ആന്റപ്പൻ ഷിയോൺ, നമ്മളൊരു ചെറിയ ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേള കഴിഞ്ഞ് വേഗം തിരികെ എത്താം. ആ മോർണിംഗ് വൈബ്സിൽ ഇവരുടെ വർത്താനം ഇതുപോലത്തെ ചെറിയ ഇനിയുണ്ടോ നോക്കട്ടെ. ഇനിയുണ്ടോ വേറെ? കഴിഞ്ഞു